നമ്മളിന്ന് പറയാൻ പോകുന്ന പേജ് നമ്പർ 60-ലെ 8ാമത്തെ ആക്ടിവിറ്റിയാണ്. അക്ബർ ലിസൺസ് ടു ടാൻസൻ എവറി ഡേ. ഹി തിങ്സ് ടാൻസൻ ഹാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് in the whole world. But according to Tansen, there is someone who sings better than he does. Akbar inquires about the person. Tansen replies that it is his guru Sant Haridas. Akbar wants to listen to him. They go in search of the guru. When Tansen and the emperor reach his hut, they find him busy with his daily chores. The guru refuses to sing before Akbar. Tansen sings before the guru and makes a deliberate mistake. Sant Haridas corrects Tansen and sings a raga. The melody of his voice spreads across the forest. അപ്പം നമ്മൾ സോങ് ഓഫ് സോങ്സ് എന്നുള്ള ആ ഒരു പാഠത്തിലെ ഒരു പാരഗ്രാഫാണ് കണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന ആൾ. ഇപ്പം അക്ബർ അതൊരു പേരായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മൾ പറയുക, അധികം നമ്മൾ പേഴ്സൺ ആണ് സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. അനിമൽസിൻ്റെ, ബേർഡ്സിൻ്റെ അല്ലെങ്കിൽ നമ്മളെ മനുഷ്യന്മാരൊക്കെ പേരാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അക്ബറിൻ്റെ പേര് വായിക്കുന്നുണ്ട്, ടാൻസൻ്റെ വായിക്കുന്നുണ്ട്, ഗുരു വായിക്കുന്നുണ്ട്, ദേ, ഹി ഒക്കെ നമുക്ക് എന്തായിട്ട് പറയാം, സബ്ജക്റ്റായിട്ട് പറയാം. ഇനി സബ്ജക്റ്റ് വരുമ്പോൾ ആ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് എങ്ങനെയാണ് അറിയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു സബ്ജക്റ്റ് ഒന്നേ ഉള്ളെങ്കിൽ അത് സിംഗുലർ ആണ്, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അത് പ്ലൂറലാണ്. ഫോർ എക്സാമ്പിൾ അക്ബർ എന്ന് പറയുമ്പോൾ എത്ര ആളുണ്ട്? ഒരൊറ്റ ആളേ ഉള്ളൂ, അതുകൊണ്ട് സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ സിംഗുലറിൻ്റെ ചോട്ട് എസ് എഴുതി. ദേ, അവർ എന്ന് പറഞ്ഞെങ്കിൽ എത്ര ആളുണ്ട്? ഒന്നിൽ കൂടുതലായി, അതുകൊണ്ട് നമ്മൾ അതിന് പറഞ്ഞത് പ്ലൂറലാണ്. അപ്പോൾ പ്ലൂറലിൻ്റെ അവിടെ എസ് എഴുതി. ദെൻ ദ ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആളുണ്ട്? ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് സിംഗുലർ ആണ്. ദെൻ ടാൻസൻ ആൻഡ് ദി എംപറർ, ടാൻസനും എംപററും ഒന്നിൽ കൂടുതലായി, അതുകൊണ്ട് നമുക്കത് പ്ലൂറലായിട്ട് എഴുതാം. അതാണ് ബിയിൽ വരുന്നത്. ദെൻ സി. ഇനി വെർബ് എങ്ങനെയാണ് സിംഗുലർ ആണ് പ്ലൂറലാന്ന് പറയാം. സിംഗുലർ വെർബ് മീൻസ് എന്താണ്? ചെയ്യുന്ന പ്രവൃത്തി. ലിസൺസ്, ശ്രദ്ധിക്കുക, അതെന്താണ്? ഒരു വെർബാണ്. അപ്പോൾ വെർബ് എങ്ങനെയാണ് സിംഗുലർ പ്ലൂറൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ഒരു എസ് ഉണ്ടെങ്കിൽ എന്താണ്? അത് സിംഗുലർ ആണ്. അവസാനം എസ് വരികയാണെങ്കിൽ അത് സിംഗുലർ ആണ്. അപ്പോൾ ലിസൺസ് അവസാനിക്കുക എന്തിലാണ്? എസ്സിലാണ്, അപ്പോൾ സിംഗുലർ ആണ്. ഗോല എസ് അവസാനിക്കുന്നുണ്ടോ? ഇല്ല, അതുകൊണ്ട് അത് പ്ലൂറലാണ്. ദെൻ ഫൈൻഡിൻ്റെ അവസാനം എസ് ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് അത് നമുക്ക് എന്തായിട്ട് എഴുതാം? പ്ലൂറലായിട്ട് എഴുതാം. പിന്നെ വേറെ രണ്ടെണ്ണം നമ്മൾ പാരഗ്രാഫ് നിന്ന് എടുത്ത് തന്നെയാണ്. റീച്ച് എന്ന് അവസാനിക്കുന്നത് എസ്സിലാണോ? അല്ല, അതുകൊണ്ട് അതെന്താണ്? സിംഗുലർ ആണോ പ്ലൂറലാണോ? പ്ലൂറലാണ്. ദെൻ റെഫ്യൂസസ് അവസാനിക്കുന്നത് എന്തിലാണ്? എസ്സിലാണ്, അതുകൊണ്ട് നമുക്കതിനെന്ത് പറയാം? സിംഗുലർ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്താണ്? സിംഗുലർ സബ്ജക്ട്സ് ടേക്ക് സിംഗുലർ വെർബ് ആൻഡ് പ്ലൂറൽ സബ്ജക്ട് ടേക്ക് പ്ലൂറൽ വെർബ്. ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മുകളിൽ സിംഗുലർ സബ്ജക്റ്റ് പറഞ്ഞു, സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും പറഞ്ഞു, താഴെ നമ്മൾ സിംഗുലർ വെർബും പ്ലൂറൽ വെർബും പറഞ്ഞു. ഇനി സിംഗുലർ സബ്ജക്റ്റിന് എപ്പോഴും സിംഗുലർ വെർബായിട്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ അക്ബർ ലിസൺസ് ടു ടാൻസൻ എവറി ഡേ. അക്ബർ പറഞ്ഞെങ്കിൽ ഒരാളേ ഉള്ളൂ, സിംഗുലർ ആണ്. ലിസൺ പറഞ്ഞെങ്കിൽ പ്ലൂറലാണ്, ലിസൺസ് ആണ് സിംഗുലർ. അപ്പോൾ ഒരു സിംഗുലർ സബ്ജക്റ്റ് എപ്പോഴും സിംഗുലർ വെർബിനെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അക്ബർ ലിസൺസ് എന്നാണ് പറയുന്നത്, അക്ബർ ലിസൺ അല്ല. ദെൻ ദേ ഗോ ഇൻ സെർച്ച് ഓഫ് ദി ഗുരു. ദേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഗോയില് എസ് ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് ഗോ എന്താണ്? ഒരു പ്ലൂറൽ വെർബാണ്. അപ്പം ദേ ഗോ എന്നാ പറയാം, ദേ ഗോസ് എന്ന് പറയില്ല. ദേ ഗോ ഇൻ സെർച്ച് ഓഫ് ദി ഗുരു. അവരെന്ത് ചെയ്തു? ഗുരുവിന് തെരഞ്ഞു പോയി. ഇവിടെ മീനിങ് അല്ല, ആ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ് നോക്കുന്നത്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ എപ്പോഴും സിംഗുലർ വെർബായിരിക്കും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബായിരിക്കും. സിംഗുലർ സബ്ജക്റ്റ് പറഞ്ഞെങ്കിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, അപ്പോൾ വെർബിൽ എന്ത് വരണം? എസ് വരണം. പ്ലൂറൽ സബ്ജക്റ്റ് പറഞ്ഞെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുണ്ടാവും, അതുകൊണ്ട് വെർബിൽ എന്ത് വേണ്ട? എസ് വേണ്ട. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഹി പ്ലേസ് ഫുട്ബോൾ എന്ന് പറയും, ദേ പ്ലേ ഫുട്ബോൾ എന്ന് പറയും. ഹി സിംഗുലർ ആയത് കാരണം സിംഗുലർ വെർബായ പ്ലേസ് ഉപയോഗിച്ചു. ദേ പ്ലൂറൽ ആയത് കാരണം പ്ലൂറൽ വെർബായ പ്ലേ ഉപയോഗിച്ചു. ദെൻ മറ്റൊരു എക്സാമ്പിൾ ഷീ റൈറ്റ്സ് ഹെർ എക്സാം. ഷീ ഒരാളേ ഉള്ളൂ, അവൾ. റൈറ്റ്സ് എന്നുള്ളത് സിംഗുലർ വെർബ് ഉപയോഗിച്ചു. അതിനെ പ്ലൂറലാക്കുമ്പോൾ സ്റ്റുഡൻസ്
റൈറ്റ് ദെയർ എക്സാം. സ്റ്റുഡൻസ് പറഞ്ഞ കുട്ടികൾ എല്ലാവരും വന്നു. അതുകൊണ്ട് റൈറ്റിൻ്റെ പ്ലൂറലായ റൈറ്റ് എന്നുള്ള വെർബ് തന്നെ സിംഗുലർ ഉപയോഗിക്കേണ്ട പ്ലൂറൽ ഉപയോഗിച്ചാൽ മതി. ഇതുപോലെ ഒരു 2 എക്സാമ്പിൾ നിങ്ങൾ സ്വന്തമായിട്ട് സിംഗുലറിൻ്റെ പ്ലൂറലിൻ്റെ എഴുതിയിട്ട് ടീച്ചർ എഴുതി കാണിക്കുക. Replace the subject of the sentence with the words given in brackets and rewrite the sentence. ബ്രാക്കറ്റിലെ സെൻറ്റൻസ് ഉപയോഗിച്ചിട്ട് സെൻറ്റൻസിൻ്റെ മാറ്റി എഴുതാം. അക്ബർ ലിസൺസ് ടു ടാൻസൻ എവറി ഡേ. അതിൽ അക്ബറിന് പകരം എന്ത് ചെയ്യുക? അക്ബർ ആൻഡ് ദി കോർട്ടിയേഴ്സ് ആണെങ്കിൽ എങ്ങനെ വരും? അക്ബർ ആൻഡ് ദി കോർട്ടിയേഴ്സ് ലിസൺ ടു ടാൻസൻ എവറി ഡേ. ലിസൺസ് വേണ്ട, ലിസൺസ് ഒരാളാണെങ്കിൽ, ലിസൺ ഒന്നിൽ കൂടുതലാണെങ്കിൽ. ദെൻ ഹി തിങ്സ് ടാൻസൻ ഹാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദ ഹോൾ വേൾഡ്. അതിൽ ഹീനെ ദേ ആക്കിയിട്ടുണ്ടെങ്കിൽ ദേ തിങ്സ് എഴുതണ്ട, എന്ത് മതി? ദേ തിങ്ക് ടാൻസൻ ഹാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദ വേൾഡ്. ദെൻ അക്ബർ എൻക്വയേഴ്സ് അബൌട്ട് ദി പേഴ്സൺ. അക്ബറിന് പകരം ദ കോർട്ടിയേഴ്സ് എന്നാക്കുകയാണെങ്കിൽ ദ കോർട്ടിയേഴ്സ്, പിന്നെ എൻക്വയേഴ്സ് വേണ്ട, എൻക്വയർ അബൌട്ട് ദി പേഴ്സൺ. ഇനി ബാക്കിയുള്ള 3, 4 നിങ്ങൾ എങ്ങനെ മാറ്റി എഴുതുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ട് ടീച്ചർ എഴുതി കാണിക്കുക. 9ാമത്തെയാണ് read the following sentence from the story The Song of Songs. Very well, Ustadji, said Akbar, smiling into Tansen's half-scared eyes. If he doesn't come, I shall go to him myself. അപ്പം അതിൽ ആ ഒരു സെൻറ്റൻസിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സെൻറ്റൻസാണ്. ഇഫ് ഹി ഡസൻറ്റ് കം ഐ ഷാൽ ഗോ ടു ഹിം മൈസെൽഫ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. എന്താ കണ്ടീഷൻ പറഞ്ഞെങ്കിൽ ഇഫ് ഹി ഡസൻറ്റ് കം, അവൻ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാൾ വന്നില്ലെങ്കിൽ, ഒരു എങ്കിൽ എന്ന് പറയുന്നത് അതാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞെങ്കിൽ. അയാൾ വന്നില്ലെങ്കിൽ ഐ ഷാൽ ഗോ ടു ഹിം മൈസെൽഫ്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ സ്വന്തം അങ്ങോട്ട് പോകും. അപ്പോൾ ഒന്ന് നടന്നാൽ നടക്കുക, അല്ലെങ്കിൽ നടക്കാതിരിക്കുക. അപ്പോൾ ഒന്നിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് മറ്റത് വരുന്നത്. രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ഒരു കണ്ടീഷൻ പറയാണ്, അവൻ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും, വന്നാൽ പിന്നെ പോകേണ്ട ആവശ്യമില്ല. ആ ഒരു രീതി നോക്കുക. read the conversation given below. അനിൽ ആൻഡ് ജോയ് ആർ ബോത്ത് ഫാൻസ് ഓഫ് മ്യൂസിക്. അനിലും ജോയും എന്താണ്? മ്യൂസിക്കിന്റെ ഫാൻസ് ആണ്. ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദ മ്യൂസിക് കോമ്പറ്റീഷൻ. അവരെന്താണ്? ഒരു മ്യൂസിക് കോമ്പറ്റീഷനെ കുറിച്ച് പറയാണ്. വിച്ച് ദേ ആർ ഗോയിങ് ടു വാച്ച്. എന്താണ് ഞാൻ അവർ പറയാൻ പോകുന്നത്? ലെറ്റ് us ലിസൺ ടു their കോൺവെർസേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ കോൺവെർസേഷൻ നോക്കാം. ഒരാൾ പറയാണ്, ഐ തിങ്ക് ശങ്കർ വിൽ വിൻ ദിസ് കോമ്പറ്റീഷൻ. ഇഫ് ഹി വിൻസ് he will get an opportunity to sing in film. If he sings in film, he will certainly become famous. ഒരാൾ പറയാണ്, ഐ തിങ്ക് ശങ്കർ വിൽ വിൻ ഇൻ ദിസ് കോമ്പറ്റീഷൻ. ഈ കോമ്പറ്റീഷനിൽ ജയിക്കും, ശങ്കർ ജയിക്കും. ഇഫ് ഹി വിൻസ് ഹി വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സിംഗ് ഇൻ ഫിലിംസ്. അവൻ ആ ജയിക്കുകയാണെങ്കിൽ അവനക്ക് എന്ത് ചെയ്യാം? ഫിലിമിൽ പാടാനുള്ള അവസരം കിട്ടും. ജയിക്കുകയാണെങ്കിൽ അവസരം കിട്ടും, ജയിച്ചില്ലെങ്കിൽ കിട്ടുമോ? ഇല്ല. അപ്പോൾ അവിടെ ഒരു കണ്ടീഷനാണ്. ദെൻ ഇഫ് ഹി സിംഗ്സ് ഇൻ ഫിലിംസ് ഹി വിൽ certainly become famous. വേറൊരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്, അവൻ സിനിമയിൽ പാടിയാൽ അവരെന്താവും? ഫേമസ് ആവും. അതിന് ഓപ്പോസിറ്റ് പറയാണ്, നോ ഐ ഡോണ്ട് തിങ്ക് സോ. ഐ ഹോപ്പ് അശ്വതി വിൽ ബി ദ വിന്നർ. അടുത്ത ആൾ പറഞ്ഞു അശ്വതി ആയിരിക്കും വിന്നർ. ഷീ വിൽ ഗെറ്റ് ആൻ അപ്പാർട്ട്മെന്റ് ഇഫ് ഷീ വിൻസ് ദ കോമ്പറ്റീഷൻ. അവൾ കോമ്പറ്റീഷൻ ജയിക്കുകയാണെങ്കിൽ അവൾക്ക് എന്ത് കിട്ടും? ഒരു അപ്പാർട്ട്മെന്റ് കിട്ടും, താമസിക്കാൻ ഒരു വില്ല കിട്ടും. ഷീ കംസ് ഫ്രം എ വെരി പുവർ ഫാമിലി. അവളൊരു പാവപ്പെട്ട വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ 2 സെന്റൻസിലും എന്താണ്? ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. നോക്കാം. ഐഡന്റിഫൈ ഇഫ് ക്ലോസ് ഇൻ ദ കോൺവെർസേഷൻ എബവ് ആൻഡ് റൈറ്റ് ഡൗൺ എക്സാമിൻ ദം കെയർഫുള്ളി. ഒന്നാമത്തത് ഇഫ് ഹി വിൻസ് ഹി വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സിംഗ് ഫിലിം. ഇഫ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു കണ്ടീഷൻ ക്ലോസ് ആണ് മനസ്സിലാക്കുക. ഇഫ് ഹി വിൻസ്, വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഹി വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സിംഗ് ഇൻ ഫിലിംസ്. എന്ത് ചെയ്യും? ഫിലിമിൽ പാടാനുള്ള അവസരം കിട്ടും. അത് കൂടാതെ വേറെ ഏതാണ്? Then if he sings in film he will certainly become famous. അതും ഒരു കണ്ടീഷനാണ്. Then she will get an apartment if she wins the competition. if എന്നുള്ള ഭാഗം ആദ്യം വരാം, രണ്ടാമതും വരാം. എവിടെ എഴുതിയാലും കുഴപ്പമില്ല. എവിടെ വന്നാലും if എന്നുള്ള ഒരു സെന്റൻസ് ഉണ്ടോ അതിന് നമ്മൾ പറഞ്ഞത് കണ്ടീഷൻ ക്ലോസ് എന്നാണ്. Let's choose 2 conditional sentences and compare them with the first type of conditional that we have already learned. ഇനി നമ്മൾ പറഞ്ഞ 2 ടൈപ്പ് ഓഫ് കണ്ടീഷണൽ സെന്റൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഇഫ് വി വാക്ക് ഇറ്റ് വിൽ ടേക്ക് അസ് ആൻ അവർ ടു റീച്ച് ദ. നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്താം. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇഫ് വി വാക്ക്,
വാക്ക് എന്ന് പറഞ്ഞെങ്കിൽ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ എഴുതി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫോം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ചേർക്കും? വില്ല് ചേർക്കും. ഇനി അതിന്റെ സെക്കൻഡ് ടൈപ്പ് നോക്കിയാലോ. ഇഫ് ഹി ഇഫ് വി വാക്ക്ഡ്, വാക്കിന് പകരം എന്തിവിടെ എന്ത് എഴുതി? വാക്ക്ഡ് എഴുതി. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ടേക്ക് us an hour to reach there എന്നുള്ളടത്ത് will എന്നുള്ളടത്ത് ഇവിടുത്തെ എന്ത് വരും? വുഡ് വരും. ഇറ്റ് വുഡ് ടേക്ക് us an hour to reach there. അപ്പോൾ ഈ ഫസ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞെങ്കിൽ നമുക്ക് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ നടന്നാൽ നമുക്ക് കിട്ടും 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്താം. രണ്ടാമത്തെ കണ്ടീഷനിലോ ഇഫ് ഈ വാക്ക്ഡ് ഇറ്റ് വുഡ് ടേക്ക് us an hour to reach there. നമ്മളെങ്ങാനും നടന്നിരുന്നു എങ്കിൽ, ഇപ്പം നടന്നിട്ടില്ല, കഴിഞ്ഞു പോയി, നമുക്ക് 1 മണിക്കൂറിൻ്റെ അവിടെ എത്തായിരുന്നു. അപ്പോൾ എത്തിയിട്ടില്ല, നടന്നിട്ടില്ല എന്നർത്ഥം. അപ്പോൾ രണ്ട് കണ്ടീഷൻ നോക്കുക. ഒന്നില് വാക്കാണ്, വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്, അത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വില്ല് ചേർക്കും. അപ്പുറത്തേലാണെങ്കിൽ വാക്ക്ഡ് ആണ്, വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചേർത്തു? വുഡ് ചേർത്തു. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ. ഇഫ് ഇറ്റ് റെയിൻസ് ദ മാച്ച് വിൽ ബി പുട്ട് ഓഫ്. മഴ പെയ്താൽ കളി പുട്ട് ഓഫ് ചെയ്യും, മാറ്റിവെക്കും. റെയിൻസ് എസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ സെക്കൻഡ് ടൈപ്പ് എങ്ങനെ വരും? ഇഫ് ഇറ്റ് റെയിൻഡ്, റെയിൻസ് എന്നുള്ളത് എന്തായി? റെയിൻഡ് ആയി. അവിടെ എസ് വരാനുള്ള കാരണം ഇറ്റ് സിംഗുലർ ആയത് കാരണം നമ്മൾ എന്ത് ചെയ്യും? എസ് ചേർക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇഫ് ഇറ്റ് റെയിൻഡ് ദ മാച്ച് വുഡ് ബി പുട്ട് ഓഫ്. അപ്പം മഴ പെയ്തിരുന്നെങ്കിൽ കളി മാറ്റുമായിരുന്നു. അപ്പം മഴ പെയ്തിട്ടില്ല, കളി മാറ്റിയിട്ടില്ല, കഴിഞ്ഞു പോയതാണ് സെക്കൻഡ് കണ്ടീഷനിൽ പറയുന്നത്. നടക്കാൻ സാധ്യതയാണ് ഫസ്റ്റ് കണ്ടീഷനിൽ പറയുന്നത്. Complete the answers using the word or words in capital. Capital ലെറ്ററിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സ് ഉപയോഗിച്ചിട്ട് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. What has been done for you? നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. A. What happens when we heat water to 100 degrees Celsius? നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ എന്താ ക്യാപിറ്റൽ കൊടുത്തിരിക്കുന്നത്? ബോയിൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇഫ് ചേർക്കുക. കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചേർക്കണം? ഇഫ് വേണം. ഇനി നമ്മളെ സെന്റൻസിൽ നമ്മളിതാ വി ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ്. ആ സെന്റൻസ് അതുപോലെ എടുക്കുന്നു. വി ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മീൻസ് എന്താ? വാട്ടർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചേർക്കാം? പിന്നെ വാട്ടർ എന്ന് എഴുതണ്ട. വാട്ടർ ഓൾറെഡി നമ്മളിവിടെ മെൻഷൻ ചെയ്ത കാരണം അതിന് സൂചിപ്പിക്കുന്ന ഇറ്റ് ചേർത്താൽ മതി. ഹീറ്റ്. പിന്നെ ഇവിടെ വാട്ടർ ഇഫ് വി ഹീറ്റ് ആണ്. ഹീറ്റ് എന്ന് പറഞ്ഞെങ്കിൽ വെർബിന്റെ ഫസ്റ്റ് ഫോം ആയത് കാരണം നമ്മൾ എന്ത് ചെയ്യാണ്? വില്ല് ചേർക്കുന്നു. ഇറ്റ് വിൽ ബോയിൽ. ഒന്നുകൂടി പറയാം. നമ്മൾ മുകളിൽ കൊടുക്കുന്ന സെന്റൻസിനെ ആൻസർ ആക്കിയതാണ്. സെന്റൻസിന്റെ ആൻസർ ഇതാണ്. ഇഫ് കണ്ടീഷൻ ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇഫ് എഴുതി. ഇനി മുകളിലെ സെന്റൻസിൽ ഇതാ വി ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ്. അത് അതുപോലെ എടുത്തെഴുതി. നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് തിളക്കും. അത് എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ആണ്. പിന്നെ വാട്ടർ എന്ന് അവിടെ എഴുതേണ്ട, കാരണം ഓൾറെഡി നമ്മൾ ഈ ക്ലോസിൽ വാട്ടർ എന്ന് എഴുതി. അത് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ചേർക്കാം. പിന്നെ ഇവിടെ ഹീറ്റ് ആണ്. ഹീറ്റ് എന്ന് പറഞ്ഞ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അതുകൊണ്ട് നമ്മൾ എന്താ കണ്ടീഷൻ ക്ലോസിൽ എന്ത് ചേർക്കണം? വില്ല് ചേർക്കണം. അതിൻ്റെ കൂടെ നമുക്ക് എന്താണ്? ആ ഒരു ബോൾഡ് ആയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയ ബോയിൽ എഴുതുന്നു. ആൻസർ കിട്ടി. സെക്കൻഡ് വൺ. വാട്ട് ഡസ് വാട്ടർ ടേൺ ഇൻ ടു വെൻ വി ബോയിൽ ഇറ്റ്? ഇനി നമ്മൾ ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് വി അവിടെ കൊടുത്തിട്ടുണ്ട്. വിന്റെ കൂടെ എന്തുണ്ട്? പിന്നെ എന്താ ചേർക്കേണ്ടത്? ബോയിൽ ഇറ്റ്. ഇഫ് വി ബോയിൽ ഇറ്റ് ഇറ്റ് വിൽ സ്റ്റീം. ദെൻ സി വാട്ട് ഹാപ്പൻസ് വെൻ വി കൂൾ ദ സ്റ്റീം? നമ്മൾ ആവി തണുപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് വി എവിടെ നിന്ന് എടുക്കണം? വി ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി കൂൾ ദ സ്റ്റീം ഇറ്റ് വിൽ ടേൺ ബാക്ക്. ഇതുപോലെ ഒരെണ്ണം കൂടി ടീച്ചർ ചെയ്തുതരാം. വാട്ട് ഹാപ്പൻസ് വെൻ വി ഹീറ്റ് എ പീസ് ഓഫ് മെറ്റൽ? ഒരു മെറ്റലിന്റെ പീസ്, ഒരു ലോഹത്തിന്റെ പീസ് എന്താണ് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് വി ഓൾറെഡി ഉണ്ട്. ബാക്കി എന്താണ്? ഹീറ്റ് എ പീസ് ഓഫ് മെറ്റൽ ഇറ്റ് വിൽ എക്സ്പാൻഡ്. ഇതേപോലെ ബാക്കി രണ്ടെണ്ണം കൂടി എഴുതി ടീച്ചർ എഴുതി കാണിക്കാം. The next one, read the following sentence from the story The Song of Songs. Both Akbar and Tansen listened to him as if they were hypnotized. അവരെന്ത് ചെയ്തു? ഹിപ്നോട്ടൈസ് ചെയ്തതുപോലെ അക്ബറും ടാൻസനും എന്ത് ചെയ്തു? നമ്മളുടെ ഗുരുവിനെ ലിസൺ ചെയ്തു. അപ്പൊ ആസ് ഇഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പോലെ, ലൈക്ക് എന്നുള്ള അർത്ഥമാണ്. പോലെ എന്നാണ് ആസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. Read the sentence below and answer the question that follow. The teacher asked Rahul a question. രാഹുലിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. രാഹുൽ got up from his place. രാഹുൽ എന്ത് ചെയ്തു? എണീറ്റ് നിന്നു. He looked as if he knew the answer. അപ്പോൾ എന്താണ്? ആൻസർ അറിയാവുന്നത് പോലെ രാഹുൽ എണീറ്റു. But he did not say a word. പക്ഷെ അറിയാവുന്ന പോലെ എണീറ്റെങ്കിലും അവനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു വേർഡും പറയാൻ പറ്റില്ല. Did Rahul know the answer? ആൻസർ അറിയായിരുന്നോ? ഇല്ല. അപ്പൊ ആസ് ഇഫ് പറഞ്ഞ പോലെ എന്നതാണ്. അപ്പോൾ ശരിക്കും അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ അറിയാവുന്ന പോലെ എണീറ്റു, പക്ഷെ അവനക്ക് എന്തില്ല? ആൻസർ അറിയില്ല. Did Rahul know the answer? No. Then Arun woke up at 10 in the morning. രാവിലെ 10 മണിക്ക് എണീറ്റു. He slowly put on his dress and go out for a walk. ഡ്രസ്സൊക്കെ ധരിച്ചു വന്ന് പുറത്തോട്ട് പോയി. He looked as if he hadn't slept for days. അവനെ കണ്ടാൽ എന്ത് ഒരു കുറച്ച് ദിവസം ഉറങ്ങാത്ത പോലെയുണ്ട്. Did Arun have a good sleep? അരുണിന് കിട്ടിയിരുന്നോ? ഉറങ്ങാത്ത പോലെ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല സ്ലീപ്പ് കിട്ടിയിരുന്നില്ലേ? യെസ്. അപ്പോൾ അവിടെ നെഗറ്റീവ് വന്ന കാരണം നമുക്ക് യെസും പോസിറ്റീവ് വന്നാൽ നമുക്കത് അർത്ഥം വെച്ചാൽ കിട്ടും. Then John treats Mary as if she were his servant. അപ്പോൾ അതാണ് നമ്മളെ ജോൺ മേരിയെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സെർവൻറ്റിനെ പോലെയാണ്. ഈസ് മേരി ജോൺസ് സെർവൻറ്റ്? ശരിക്കും സെർവൻ്റ് ആണോ? അല്ല. നോ. Then Anil behaves as if he owned the house. അനിലിൻ്റെ ഒരു ബിഹേവിയർ, പെരുമാറ്റം കണ്ടാൽ തോന്നും ആ വീട് അവൻ്റെ ആണ്. ഈസ് അനിൽ ദ ഓണർ ഓഫ് ദി ഹൗസ്? ഓണർ ആണോ? അല്ല. അപ്പൊ ആസ് ഇഫ് എന്ന് പറഞ്ഞെങ്കിൽ പോലെ തോന്നുക എന്നാണ്. ശരിക്കും അങ്ങനെ ആവില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ സെന്റൻസ് ഒന്നും കൂടി എടുത്ത് സ്റ്റഡി ദ ഫോളോയിങ് സെന്റൻസ്. ഹി ലുക്ക്ഡ് ആസ് ഇഫ് ഹി ന്യൂ ദ ആൻസർ. ആൻസർ അറിയാവുന്ന പോലെ എന്ത് ചെയ്തു? അവനെ കാണുമ്പോൾ തോന്നുന്നുണ്ട്, ശരിക്കും അവന് ആൻസർ അറിയില്ല. ഹി ലുക്ക്ഡ് ആസ് ഇഫ് ഹി ഹാഡിന്റ് സ്ലെപ്റ്റ് ഫോർ ഡേയ്സ്. കുറെ ദിവസം ഉറങ്ങാത്ത പോലെ അവനെ കണ്ടപ്പോൾ തോന്നിയെങ്കിൽ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ തോന്നിയത് എന്താണ്? ഉറങ്ങാത്ത പോലെയാണ്. Then John treats Mary as if she were his servant. സ്വന്തം സെർവന്റിനെ പോലെയാണ് കണ്ടത് മേരിയെ ജോൺ കണ്ടത്. ശരിക്കും സെർവന്റ് ആണോ? അല്ല. Then Anil behaves as if he owned the house. അനിലിന്റെ ഒരു പെരുമാറ്റം കണ്ടതിരിക്കും ആ വീട് അവന്റെ ആണ്. ശരിക്കും എന്തല്ല? അവന്റെ അല്ല. അപ്പോൾ ലാംഗ്വേജ് നോട്ട്. We use the past tense after as if to indicate improbability or doubt. ഒരു സംശയമോ അല്ലെങ്കിൽ നടക്കാത്ത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആസ് ഇഫ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കുക. ഹി ലുക്ക്ഡ് ആസ് ഇഫ് ഹി ന്യൂ ദ ആൻസർ. ആൻസർ അറിയാവുന്ന പോലെ അവനെ കണ്ടപ്പോൾ തോന്നി. അറിയായിരുന്നു. ഇംപ്രോബബിൾ ആണ്, നടക്കാത്ത സംഭവമാണ്. ബോത്ത് ആസ് ഇഫ് ആൻഡ് ആസ് ദോ മീൻ ദ സെയിം. ആസ് ഇഫ് ആണെങ്കിലും ആസ് ദോ ആണെങ്കിലും ആസ് ഇഫിന് പകരം നമുക്ക് എന്ത് ചേർക്കാം? ആസ് ദോയും ചേർക്കാം. രണ്ടിനും ഒരേ അർത്ഥമാണ്. Then clauses that start with as if or as though describe an unreal or improbable situation. റിയൽ അല്ലാത്ത അല്ലെങ്കിൽ നടക്കാത്ത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ as ifും as though ഉപയോഗിക്കുന്നത്. If they were followed by a past tense. അതിൻ്റെ കൂടെ as ifൻ്റെയോ as thoughയുടെ കൂടെ എപ്പോഴും ഒരു past tense ആയിരിക്കും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ he looked as if he knew എന്ന് പറയുന്നത് no അല്ല. നോന്റെ past ആണ് knew. എപ്പോഴും എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ് ആസ് ഇഫ് അല്ലെങ്കിൽ ആസ് ദോന്റെ കൂടെ ഉപയോഗിക്കുന്നത്. ദ ലാസ്റ്റ് വൺ, ആസ് ഇഫ് ഓർ ആസ് ദോ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഹൗ എ സിറ്റുവേഷൻ സീംസ് ടു ബി. ഒരു സിറ്റുവേഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ് ഇഫും ആസ് ദോയും ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് യൂസിങ് ആസ് ഇഫ്. ആസ് ഇഫ് ഉപയോഗിച്ച് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഹി ഈസ് റിച്ച് ബട്ട് ഹി വാക്ക്ഡ്. എന്ത് ചെയ്യാം? ആസ് ഇഫ്. ആസ് ഇഫ് ഹി വർ പുവർ. അവനൊരു റിച്ച് ആണ്, പക്ഷെ അവൻ നടക്കുന്ന കണ്ട അവൻ എന്താണ്? ഒരു പാവപ്പെട്ടവനെ പോലെ തോന്നും. ദെൻ രാജു ട്രീറ്റ്സ് റോയ് ആസ് ഇഫ് ഹി വർ എ സെർവൻറ്റ്. ദെൻ വി laughed as if it were a joke. And last one, he lay on the floor as if he were dead. നമ്മൾ എപ്പോഴും ആസ് ഇഫ് ചേർക്കുമ്പോൾ ആസ് ഇഫിൻ്റെ കൂടെ പാസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുക.